ഇതിൽ ഏറ്റവും രസം ജോർജ് കുട്ടി എന്ന് പേരിട്ടത്. അയാൾക്ക് കിഷൻ നായർ നല്ല പേരാണ് കിട്ടിയത്. ജോർജ് കുട്ടിയോടാണ് എൻ്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം നേരത്തെ പറയുകയുണ്ടായി, ജിത്തു സാർ പറയുകയുണ്ടായി ഫിയർ ജോർജ് കുട്ടിയുടെ ഇമോഷൻസിനെയൊക്കെ കുറിച്ചാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ പോലും ജോർജ് കുട്ടി ഒരുപാട് ഭയങ്ങളുള്ളിൽ കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുകയായിരുന്നു. ഇപ്പൊ മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ എന്താണ്? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും മനോഹരമായ ഒരു സായനം നേരുന്നു. We have some very special guests from Mumbai. Kumarji, Abhishekji, Reshmi. Welcome to our family. ജോർജ് കുട്ടി എന്ത് പറയുന്നുള്ളതാണോ അതോ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ? ജോർജ് കുട്ടിയോടാണ് ചോദ്യം. ലാൽ സാറിനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്നത് ജോർജ് കുട്ടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് മനസ്സിലാവും. ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് ഓർത്തു വയ്ക്കാൻ. വാനപ്രസ്ഥം, അല്ലെങ്കിൽ തൂവാനത്തുമ്പികൾ, താളപട്ടം, ചിത്രം, അങ്ങനെ ഒരുപാട് തന്മാത്രം, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ ജോർജ് കുട്ടി നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ 1, 2, 3 അയാൾ ആരാണെന്ന് ഒരു ആക്ടറായി എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. അത് തന്നെയാണ് ജിത്തു പറഞ്ഞത്. എന്തായാലും 13 വർഷമായിട്ട് ഈ കുടുംബവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അയാൾക്ക് ഒരു രഹസ്യം ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നു. അയാൾ ക്രൈമൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ മകൾക്ക് വേണ്ടി, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അയാൾക്കൊരു ഒരു സത്യം വെക്കേണ്ടി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട്. അത് അയാളുടെ ഒരു വാക്കാണ്. അപ്പം അയാളുടെ ഒരു പ്രതിജ്ഞയാണ്. അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് അയാൾ ഭയങ്കര ഒരു യാത്രയിലാണ്. അയാൾക്ക് വയ്യാതായി. അയാൾക്ക് എന്താ പറയുന്നത്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് എനിക്ക് ഭയമാണ്. ജോർജ് കുട്ടി അങ്ങനെ ഭയമില്ലാത്ത ആളൊന്നുമില്ല. എവറി മൊമെന്റ് അയാൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? അയാളെ പറ്റിയല്ല, അയാളുടെ കുടുംബത്തെ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഏജായി. ജോർജ് കുട്ടിക്ക് 13 വർഷങ്ങൾ കഴിഞ്ഞു. അവരുടെ കുട്ടികളൊക്കെ വലുതായി. അവരെ പല ചോദ്യങ്ങൾക്കും അയാൾ ആൻസർ ചെയ്യേണ്ടി വരും. സിനിമയിൽ അങ്ങനെ ഉണ്ട്. അയാളുടെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അവരുടെ മുന്നിലൊന്നും അദ്ദേഹത്തിൽ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഫാമിലിയുടെ മുമ്പിൽ മാത്രമല്ല, ആ ആൾക്കാരുടെ ആരുടെ മുമ്പിൽ എന്താണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറി ജോർജ് കുട്ടി. സിനിമയിൽ പോലും അയാൾ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസാണ് ചെയ്യുന്നത്. വളരെ സന്തോഷിക്കേണ്ട സമയത്ത് അയാൾ മനസ്സിൽ സങ്കടപ്പെടുന്നതായിരിക്കും, പക്ഷെ സങ്കടപ്പെടുന്ന കാണിക്കാതെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പം അത്രയും ഒരു കോംപ്ലക്സിറ്റി ഉള്ള ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്കൊരു സ്പിരിച്വാലിറ്റിയിലേക്കോ ഒരു ഫിലോസഫിക്കൽ തലത്തിലോട്ടൊക്കെ ജോർജ് കുട്ടി നടക്കേണ്ട സമയം. ഒരു ഗിൽറ്റ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഹെൽ എന്നാണ്. ഇതൊരു നരക തുല്യമാണ് ഇതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പം ഇത് എവിടെയെങ്കിലും അയാൾക്ക് ഇറക്കി വെക്കണം, അതിനാരുമില്ല, അയാൾ തനിച്ചാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം അയാൾ ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ഡയലോഗ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അയാളുടെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ആണ്. ഈ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ്. ആ ക്ലൈമാക്സിൽ അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അയാൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്, അതോ ഇനിയും അയാൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? പിന്നെ ഈ സിനിമയിൽ വളരെ പ്രത്യേകതയുള്ളത്, ഇത് 2 ഫാമിലീസിൻ്റെ കഥയാണ്. ഇത് പറഞ്ഞു, 2 അമ്മമാരുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥയാണ്, 2 കുട്ടികളുടെ കഥയാണ്. ഇതിൽ പിന്നെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും 2 പേർക്കും തുല്യ ദുഃഖിതരാണ്. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ജോർജ് കുട്ടിയും അതേ അവസ്ഥയിലാണ്, ഒരു പക്ഷേ പ്രഭാകരനും അതേ അവസ്ഥയിലാണ്.
ഇതില് ജോർജ് കുട്ടിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് പ്രഭാകരൻ. കാര്യം അയാൾ വന്ന് പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ അറിയും? നിങ്ങളൊന്നും പറയും, ഞാനത് ശരിയാക്കാം. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ആരായാലും ജോർജ് കുട്ടി കാണുന്നത് ഒരു എതിരാളിയായിട്ടാണ്. അപ്പൊ അതിന് ഇങ്ങനെ അത് കൊണ്ട് നടക്കാമെന്നൊക്കെ പറയുന്ന ഒരു ചിന്തയിലാണ്. അപ്പൊ ഭയങ്കരമായ ഭാരം മനസ്സിലേറി ഷോൾഡർ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. ഞാൻ പല പ്രാവശ്യം വന്നു ജോർജ് കുട്ടി ഒന്ന് രക്ഷിക്കും, പക്ഷെ ഇനിയും രക്ഷപ്പെടുത്തിയിട്ടില്ല. അപ്പം യു ക്യാൻ എക്സ്പെക്ട് ദൃശ്യം 4 ഓൾസോ സർ. അല്ല അങ്ങനെ പറഞ്ഞു, ദിസ് ഈസ് ജസ്റ്റ് joke, but it's not a joke. Let people watch the film and let them decide whether we should do 3 sequel, like 4 or 5. But Anthony has got a very different plan. He said we'll do 5. Then we'll do 5. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു ആസ് ആൻ ആക്ടർ ഐ ആം സോ thrilled because it never happens in films. For the last 13 years I'm carrying this character and this family. They are growing and they are having a bunch of questions. George Clooney is not able to answer. അങ്ങനെ ഈവൻ പിന്നെ പ്രേക്ഷകർക്ക് എല്ലാ ഈ പ്രേക്ഷകർക്കും അതിൽ അഭിനയിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പ്രേക്ഷകർക്കറിയാം, പക്ഷെ അതിൽ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടേഴ്സിന് ഇയാൾ എന്താ ചെയ്യുന്നത് അതൊരു സ്ട്രേഞ്ച് ഫിനോമിനയാണ്. പ്രേക്ഷകർക്കറിയാം, അതിലെ പോലീസിനറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം ഇയാൾ എന്തോ ചെയ്തിരിക്കുന്നത്, ഡൺ സംതിങ്. ബട്ട് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല, ആ ഫാമിലിക്ക് അറിയില്ല. അപ്പൊ ഇതുകൊണ്ട് ഇയാൾക്ക് ഈ വെയിറ്റ് താങ്ങി നടക്കാനുള്ള ശക്തി ഇല്ലാതായി. അപ്പൊ അതുകൊണ്ടാണ് ഈ സിനിമയിൽ പറയുന്നത്, ഇത് എനിക്ക് ഒരുപാട് എതിരാളികളുണ്ട്, എനിക്ക് ഭയമാണ്. അങ്ങനെ ഒരു സിനിമയിലെ ഹീറോ എനിക്ക് പേടിയാണെന്ന് പറയാൻ ഒരിക്കലും അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ അയാള് സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ ചോദിച്ചു ജോർജ് കുട്ടി നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥതയുള്ള മനുഷ്യൻ. എന്തിനാണ്? അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ കുടുംബത്തോട്. അപ്പൊ ആ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഈ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഏതറ്റവും വരെയും പോകും. അതാണ് സത്യം. അതാണ് ജോർജ് കുട്ടിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. പക്ഷെ എൻ്റെ സിനിമ 48 years, ആ സിനിമ ജീവിതത്തിൽ ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കഥാപാത്രമാണ്, ഏറ്റവും കോംപ്ലക്സിറ്റിയുള്ള ഒരു കഥാപാത്രമാണ്. അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മൾ അഭിനയിക്കും, അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയാൻ ക്യാമറയുടെ പുറകിലും ഇതിലൊക്കെ ആൾക്കാർ. ജോർജ് കുട്ടിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റില്ല. അതങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു ജോർജ് കുട്ടി ഉണ്ടാകുമോ എന്ന് എനിക്ക് ഇല്ല. ഇതിൽ ഏറ്റവും രസം ജോർജ് കുട്ടി എന്ന് പേരിട്ടതാണ്. അയാൾക്ക് കിഷൻ നായർ നല്ല പേരാണ് കിട്ടുന്നത്. അല്ല സീരിയസ്ലി അല്ലേ, ജോർജ് കുട്ടി എന്ന് പറയുന്നത് പറയാനൊരു സ്വീറ്റ് നെയിമാണ്, പക്ഷേ കുറച്ച് പ്രയാസമുള്ള. Thank you so much, and once again, sir, thank you very much for associating with us. That's why I said, welcome to our family. We can do wonders. Okay, thank you so much. Thank you, sir. ഞാൻ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാണ്, അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടാവാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മലയാളികൾക്ക് ആർക്കും ലാലേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു സംശയമില്ല. So my next question is to you, ma'am. എൻ്റെ അടുത്ത ചോദ്യം റാണിയോടാണ്. റാണി survived a crisis. So George Kutti wasn't there at home. One unfortunate incident happened, but Rani, she managed to stay strong for her kids. So in the first part, Rani's fears were about police arresting them or finding the truth and all those things. When Drishyam 2 happened, Rani was, I think, somewhat back to normal. But then your concerns were mostly about the future of your kids, especially the emotional scars of Anju, as well as her future, making sure she's safe, she's healthy and all those things. So when it comes to Drishyam 3, what are your emotions like? What is your greatest fear in Drishyam 3? Good evening, first of all, to everyone. I can't really reveal anything.
പക്ഷേ all I would like to say is this is as an actor, Lalitan പറഞ്ഞതുപോലെ this is completely a very very different experience for me. കുറേ സിനിമകൾ ചെയ്തിട്ടും that character will not stay this long, you know. Maybe a year or two, but then 13 years and it's still continuing, the Rani character. And every time I go back to that character, to that set, it's like a reunion. Because I really love that character, Rani, so bubbly and so innocent and very sweet. But at the same time, family എന്ന് വരുമ്പോൾ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു അപകടങ്ങൾ വരുമ്പോൾ ഷീ ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി a different person, completely very overprotective and very reflex actions അങ്ങനെ കൂടിയുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ദൃശ്യം 3-ല് ജിതു പറഞ്ഞതുപോലെ ദിസ് ഇസ് ബിറ്റ്വീൻ ദ ടു ഫാമിലീസ്. അച്ഛന്മാരുടെ രണ്ട് അമ്മമാരുടെ ഫാമിലിയുടെ ഒരു ഇമോഷൻ play ആണ് ദൃശ്യം 3. And it's always a pleasure to come back as Rani and still win hearts and still you know, no matter what we do, അത് പ്രേക്ഷക ചെയ്തത് തെറ്റാണ്, പക്ഷെ അതൊരു ആക്സിഡൻ്റൽ ഇതല്ലേ, ഇറ്റ്സ് നത്തിങ്. So and still having the support of the whole Kerala, the audience is something really really beautiful. And thank you all. Thank you so much for all the love and support, and hope it continues forever. Thank you so much. Thank you. For us also, it's always a pleasure to watch you both together on screen. Thank you. Thank you. അൻസിബ, അഞ്ജുനോടാണ് അടുത്ത ചോദ്യം. അഞ്ജു സത്യം പറഞ്ഞാല് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ടീനേജർ, നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ടീനേജർ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ നമുക്കൊക്കെ അങ്ങ് സങ്കടം തോന്നി, ഒരുപാട് വേദനകൾ ഉള്ളിൽ വന്നു. എങ്ങനെയാണ് അത് മനസ്സിനെയും ജീവിതത്തിനെയും ഒക്കെ പിടിച്ചൊലിച്ചതെന്ന് ദൃശ്യം 3-ലേക്ക് വരുമ്പോൾ എന്താണ് അഞ്ജുവിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ദൃശ്യം 1-ൽ തന്നെയാണ്. സോറി, എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് ക്യാരക്ടറിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയതാണ്. ദൃശ്യം 1-ല് അഞ്ജുവിന്റെ ക്യാരക്ടർ വളരെ ഈ പറഞ്ഞതുപോലെ വളരെ നോർമലായിട്ടുള്ള കുട്ടിയാണ്. ഈ ഇന്നത്തെ കാലത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. ആ കുട്ടി ഒരുപാട് സോഷ്യലി അങ്ങനെ എല്ലാവരും അറിയുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടോ അങ്ങനെയുള്ള ഈ പുതിയ ടെക്നോളജി കാര്യങ്ങളൊന്നും അറിയാത്ത ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നിട്ടുള്ള വളരെ ഇന്നസെൻസ് ഉള്ള ഒരു കുട്ടിയാണ്. ഒരു മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുട്ടി, പക്ഷെ ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ചെയ്തതൊരു വലിയ ക്രൈമാണെന്ന് തിരിച്ചറിയുന്ന പ്രായത്തിൽ തന്നെയാണ് ഈ ക്രൈം ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ട്രോമയായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. അത് ദൃശ്യം 2-ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും ആ ട്രോമ അകത്തുണ്ട്. പക്ഷെ ഇത്രയും സപ്പോർട്ടീവായിട്ടൊരു അച്ഛൻ, അമ്മ, അനിയത്തി, അത് ആ കുട്ടിയുടെ വേൾഡ് എന്ന് പറയുന്നത് ഇവരാണ്, ഈ ഒരു ഫാമിലിയാണ്. അവരെ ചുറ്റിപ്പറ്റിയാണ് ആ കുട്ടിയുടെ ജീവിതവും. അപ്പോൾ അവർക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ചെയ്തതൊരു തെറ്റാണ്. ഒരു കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റായിട്ടത് മനസ്സിലുണ്ട്. ആക്സിഡന്റ് ആണെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. ആ തെറ്റ്, അതിൻ്റെ വേദന എല്ലാം ഉണ്ട്. ഇനി ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊരു ഭയമുണ്ട്. ഇതിലെല്ലാം ഉപരി ഈ അച്ഛനും അമ്മയും അനിയത്തിയും ഇത്രയും സ്നേഹിച്ച് ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഒരു വിഷമമുണ്ട്. അവർക്ക് വേണ്ടിയാണല്ലോ ഇവരെല്ലാം ഇത്രയും ത്യാഗം സഹിക്കുന്നതെന്ന്. എസ്പെഷ്യലി അച്ഛൻ കുറച്ചും കൂടെ ഓവർ കൺസേൺ ആണ്. മകൾക്ക് എന്തെങ്കിലും പറ്റും, മകൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. എല്ലാ തെറ്റും എല്ലാ ചീത്തപ്പേരും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. ദൃശ്യം 2 കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. ഇങ്ങനൊരു അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഭാഗ്യം ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അത്രയും പെൺകുട്ടികൾ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറയാറുണ്ട്. ദൃശ്യം 3-ലേക്ക് എത്തുമ്പോഴും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ അച്ഛൻ, അമ്മ, സഹോദരി എല്ലാം ഉണ്ട്. പക്ഷെ അച്ഛനുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഇച്ചിരി കൂടുതലാണ്. അച്ഛൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോ പറയാനൊരു മടിയുള്ള ആളാണ്. കാരണം അച്ഛൻ ജീവിക്കുന്നതും അച്ഛൻ എന്ത് ചെയ്യുന്നതും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തൊരു ചെറുതായിട്ട് നോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും അത് പറയാൻ
പറ്റില്ല. അത് മുഖഭാവത്തിലൂടെ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അച്ഛൻ്റെ അടുത്ത് സ്നേഹം കൂടുതലുള്ള ഒരു മകളാണ്. അമ്മയുടെ അടുത്തും അതുപോലെയാണ്, സഹോദരിയുടെ അടുത്തും അതുപോലെയാണ്. അപ്പോൾ 3ലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടി ഇനി മുന്നോട്ട് എന്താണ് അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഈ ഫാമിലി എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ 21-ാം തീയതി ഡയറക്ടറുടെ ബർത്ത്ഡേയുടെ അന്ന് ദൃശ്യം റിലീസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും. താങ്ക് യു. അനുവിലേക്ക് ഈ ഒബീഡിയന്റ് മകളാണ് എന്ന് അഞ്ജു പറഞ്ഞു. കൂട്ടത്തിൽ കുറച്ച് കുറുമ്പത്തിയാണ് അനുവിന് നമ്മള് സത്യം പറഞ്ഞാൽ ദൃശ്യം ഈ 13 വർഷമായി എന്ന് നമുക്ക് തോന്നുന്നത് അനുവിനെ കാണുമ്പോഴാണ്. കാര്യം ആദ്യം തുടങ്ങുമ്പോൾ യൂണിഫോം എനിക്കൊന്ന് പിനാഫോറൊക്കെ ഇട്ട് ഫ്രോക്കൊക്കെ ഇട്ട് ഹെയർ ബോക്ക് വെച്ചിട്ടുള്ള ഒരു കൊച്ചു കുട്ടിയായിരുന്നു. ആ കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ അനുവിനെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ ക്യാരക്ടറിനെ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നോർമൽസിയിലേക്ക് എത്തിയത് അനുവിൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും എന്നൊക്കെ സിനിമയിൽ തന്നെ പറയുകയുണ്ടായി. എന്നിരുന്നാലും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോലും ഒപ്പം നിൽക്കുന്നവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി, ആ ഒരു സൗഹൃദത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഇതിൻ്റെയൊക്കെ അവസാനത്തിലാണ് നമ്മൾ സിനിമ അവസാനിച്ചത്, ദൃശ്യം 2 അവസാനിച്ചത്. ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അനുവിൻ്റെ ലൈഫിലെ നോർമൽസിനെ ബാധിച്ചോ, അതോ അനുവിനും ഭയം വന്ന് തുടങ്ങിയോ ദൃശ്യം 3ലെത്തിയപ്പോൾ? Good evening, everybody. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. I'd like to say a few words before jumping into the question, if you don't mind. So, ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തു, because it's a long journey, 13 years, especially when I look at myself on the screen. വളരെ കുഞ്ഞായിട്ട് ഇരുന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ സാരിയൊക്കെ കൊടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ I'm just realizing, okay, wow. So, ഞാനെന്നും ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ for me it's going to be my life before Drishyam and after Drishyam, because everything changed. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു. സോ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ടു ജീതു അങ്കിൾ ആൻഡ് ആന്റണി അങ്കിൾ, ബിക്കോസ് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ലൈഫിലെന്നും. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, അനു ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽസി എന്ന് പറയുന്നൊരു സാധനം ഇല്ല ഫാമിലിയിൽ എനിമോർ. കാരണം ഒരു ക്രൈം ചെയ്തു അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനു മേലൊന്ന് കള്ളങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, അതിനിങ്ങനെ എന്താ പറയുക, കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ് ടു നോട്ട് ഗോ ടു ജയിൽ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പ്രൈസാണ് ഈ പറയുന്ന ഫിയർ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, അനുവിനെ നോക്കി കാണുമ്പം ഒരു വിധത്തിൽ ടീനേജറായി, അതിൻ്റെ ടാൻട്രംസ് ഉണ്ട്, ഒരു നോർമലായി എന്ന് വിശ്വസിക്കാം. ബട്ട് ഡീപ് ഡൗൺ എല്ലാ ദിവസവും പേടിയാണ്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ. അതേപോലെ തന്നെ ആര് വിശ്വസിക്കണം, ആര് വിശ്വസിക്കേണ്ട, സുഹൃത്തുക്കളാണെങ്കിലും. ബിക്കോസ് ടീനേജറാണ്, അല്ലെങ്കിൽ ഇപ്പം 3ലേക്ക് വരുമ്പോൾ അഡൾട്ടാണ്. ഈ പറയുന്ന ഒരു നോർമൽ ലൈഫ് എല്ലാവരും ആഗ്രഹിക്കും, പക്ഷെ അതുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് അഗൈൻ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഒരു ഇളയ കുട്ടി കുറുമ്പത്തി എന്നുള്ളത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആക്കാനും ചിരിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മയോട് എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് അനു ഇതിനകത്ത്. ബട്ട് ഡീപ് ഡൗൺ ഇൻസൈഡ് ആ പേടി എന്നും ഉണ്ട് അനുയുടെ മനസ്സിലും. ആൻഡ് ജോർജ് കുട്ടി പറയുന്ന പോലെ ഒരു കാര്യം ചെയ്തു, തിങ്സ് ബ്യൂട്ടിഫുൾ ലവ് ആൻഡ് പേയിങ് ദ പ്രൈസ് ഫോർ ഇറ്റ്. അപ്പോൾ പേടിയൊന്നും ഉണ്ട്, അത് അങ്ങനെ ഇങ്ങനെയൊന്നും പോയില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബിക്കോസ് വി ലവ് ഈച്ച് അതർ സോ മച്ച്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, തലങ്ങൾ പറഞ്ഞ പോലെ ചോദ്യങ്ങളുണ്ട് അനുവിന്, ഇനി എങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണുന്നവരെ സംബന്ധിച്ചറിയാം, അല്ലെങ്കിൽ ജോർജ് കുട്ടി ഇതൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ വീട്ടിലുള്ള ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് ജോർജ് കുട്ടി ചെയ്യുന്നത് പുറത്തു പോയിട്ട് എന്നുള്ളത്. അപ്പോൾ 3ലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അനു കുറച്ചുകൂടെ മെച്ചുവേർഡായി. ചേച്ചി ഒരു പൊടിക്ക് സൈലന്റ് ആണെങ്കിൽ അനു ഒരു പൊടിക്ക് എന്താ പറയുക, എല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആൻസേഴ്സ് സീക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഈ പറയുന്ന പോലെ യങ് ആണ്, അപ്പൊ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡീപ് ഡൗൺ വി ആൾ ലവ് അവർ ഫാമിലി സോ മച്ച്, ജോർജ് കുട്ടിയും കുടുംബവും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ അതിൽ നിന്ന് സെയിൽ ത്രൂ ചെയ്യുന്നു എന്നുള്ളതാണ് 3ല്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ദൃശ്യം 3ന്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പായി ജോർജ്